പ്രിയജനമേ, എൻ്റെ പേര് എസ് ഭാഗ്യമാണ്. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം കരമനയിലാണ്. 2015 ഞാൻ എൻ്റെ യേശുവിനെ അറിയാൻ വേണ്ടി ഒരു പാസ്റ്റർ മുഖാന്തരം സഭയിൽ പോവുകയും ഞാനും എൻ്റെ 10-15 കുടുംബങ്ങളും സഭയിലോട്ട് പോവുകയും അങ്ങനെ വന്ന കാലഘട്ടങ്ങൾ 2019 വരെയായി. കുടുംബത്തിൽ പല വാഗ്ദാനങ്ങളും പാസ്റ്റർമാർ തന്ന ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ പാവപ്പെട്ട കുടുംബങ്ങളാണ് പോയി പല വാഗ്ദാനം തിന്നിട്ട് ഓരോ ദിവസം ചെല്ലുന്തോറും പോയ ആത്മീയ ജീവിതത്തിന് വളരുവാനും ഭൗതികമായ മാറ്റങ്ങളും ഭൗതികമായ മാറ്റങ്ങൾ പറഞ്ഞാണ് ഞങ്ങളെല്ലാവരും കൊണ്ടുപോയത്. ഒരു മാറ്റങ്ങളുമില്ല. ആ പോയവരെല്ലാം അങ്ങനെ തന്നെ ഇരിക്കണമെന്നല്ലാതെ ഒരു മാറ്റങ്ങളില്ല. തകർന്ന് താഴോട്ട് പോകുന്നു. എന്നാൽ ഈ കൊണ്ടുപോകുന്ന പാസ്റ്റർമാരെല്ലാം ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം നാളുകൾ ചെല്ലും. 2019 2020 ലോക്ക്ഡൗൺ വന്നപ്പോൾ ജീവിതത്തിലെല്ലാം തകർച്ചയെന്ന മട്ടത്തിലേക്ക് പോകാൻ തുടങ്ങി. ലാസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം വന്നതിൽ നിന്നും കഷ്ടങ്ങളും ബുദ്ധിമുട്ടും കൂടുന്നല്ലാതെ ആത്മീയമായ ജീവിതം വളരുന്നു. ഞാൻ എന്നെ തന്നെ ചോദിക്കുന്നു, അപ്പോൾ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് വന്നു. ഞാൻ ആരോഗ്യ പാരമ്പര്യത്തിൽ ഹിന്ദു എന്ന പാരമ്പര്യത്തിൽ കുടുംബങ്ങളാണ് ഞങ്ങളെല്ലാം ഉപയോഗിച്ച് ഞാൻ 2015 ദൈവത്തിനെ അറിഞ്ഞു. ഇന്നുവരെയും ദൈവത്തിന് വേണ്ടാത്ത ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല കർത്താവ്. പക്ഷേ ആത്മീയ ജീവിതത്തിൽ മാറ്റമില്ല, ഭൗതിക ജീവിതത്തിൽ മാറ്റമില്ല. കഷ്ടപ്പാടിനെ എനിക്ക് എൻ്റെ ദൈവത്തെ അറിയണം, രുചിച്ചറിയണം. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി. ലോക്ക്ഡൗൺ ആയി. ഒരു ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങണ സമയത്ത് ഞാൻ കണ്ട ഒരു കാഴ്ച, താടി വളർത്തിയ ഒരു അങ്കിവ രൂപത്തിൽ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക. ഈ ഒരു ശബ്ദം മാത്രമേ ഞാൻ കേട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ കണ്ടില്ല. ഈ ഒരു സാക്ഷി അതിന് മുമ്പേ ഞാൻ സഭയിൽ പറഞ്ഞിരുന്നു, പക്ഷേ അതാരും അംഗീകരിക്കാൻ തയ്യാറല്ല. അങ്ങനെ വന്നപ്പോൾ ലോക്ക്ഡൗൺ ആവി. ഞാൻ എൻ്റെ അടുത്ത് എന്നെ ചോദിച്ചു, എൻ്റെ ദൈവത്തിന് ഇറക്കുക. ആരടുത്ത് ചോദിക്കാൻ? എല്ലാ പാസ്റ്റർമാരും വാഗ്ദാനങ്ങൾ പറഞ്ഞ് വരുന്നതല്ലാതെ ഒരു ഉയർച്ചയുമില്ല. അവർ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നില്ല. സഭാവിശ്വാസികളെല്ലാം ഓരോ ദിവസം ചെല്ലുന്തോറും താഴോട്ട് പോയി മാസം വന്ന് വീട്ടിനകത്ത് വന്ന് അത് തരാമെന്ന് പറഞ്ഞ് കള്ള വാഗ്ദാനം എവിടെന്നെങ്കിലും വചനങ്ങൾ എടുത്തുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പാട്ടുപാടി ആരാധിച്ച് ചെയ്യും. ഇതിനു വേണ്ടി വന്ന് പാട്ടും എല്ലാം ചെയ്തും മാസപ്പടിയും വാങ്ങിച്ചുകൊണ്ട് പോകും. ഇത് എന്നെ തുടർന്നടക്കം ഒരു മാറ്റങ്ങളില്ല ജീവിതത്തിൽ. വെള്ളക്കാർ തരാം, മഞ്ഞക്കാർ തരാം, ഇത് തരാം പറഞ്ഞ് വാഗ്ദാനങ്ങൾ നൽകുകയും വീട്ടിനകത്ത് കഷ്ടം വരുമ്പോൾ അവർ പറയുന്നത് ജീവനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രണ്ടുപേരുടെ പേരും പറഞ്ഞിട്ടൊക്കെ അവരെ ഇതിങ്ങനെ തുടർ നാടകമായിരുന്നു. ജീവിതത്തിൽ ഒരു മിനിറ്റില്ല. അങ്ങനെ വന്ന കാലഘട്ടത്തിലാണ് ദൈവത്തിന് അടുക്കുവാനായി ഏത് പാസ്റ്ററോട് ചോദിക്കണം. ഒരു പാസ്റ്ററും നല്ല പാസ്റ്റേഴ്സില്ല. 90, 92, 95% പാസ്റ്റേഴ്സുമാരും ഈ ലെവലുള്ള അവരുടെ ജീവിതത്തിൽ ബിസിനസ്സാക്കി വെച്ചുകൊണ്ടിരിക്കും. ഒരുത്തന്മാരെയും ഇല്ല. ആരാധിക്കുക, പാട്ടുപാടുക, കൂത്താടുക, ഇതിനു വേണ്ടി മാത്രം ഞായറാഴ്ച തൊട്ട് ഇത് മാത്രം. ഞായറാഴ്ച നിങ്ങൾ വന്നില്ല എന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, കഷ്ടം വരും, പ്രശ്നമുണ്ട്. ഇതാണ് വചനം, ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതല്ല വചനം, ഇതാണോ? അല്ല. ആരാധിക്കാൻ മാത്രം ഞായറാഴ്ച വരിക, വന്നു പോകുക. നിങ്ങൾ 6 ദിവസം എങ്ങനെ ജീവിച്ചാലും മതി. ഞായറാഴ്ച വരിക, എനിക്ക് തള്ളാൻ തരുക, എൻ്റെ പാക്കറ്റ് നിറയ്ക്കുന്നിട്ട് പോവുക. ഇത് തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജീവിത രീതിയാണ്. ഇതല്ല യേശു ക്രിസ്തു ഇതല്ല പറഞ്ഞത്. അധ്വാനിക്കുന്ന പാരമ്പര്യത്തിന് വരുവിൻ, എന്നരികിൽ വരുവിൻ. മത്തായി 28 വന്നാൽ എന്താണ് അധ്വാനിക്കുന്ന പാരമ്പര്യം? കൈവണ്ടി വഹിക്കുന്നവരാ, റോട്ടിൽ കിടക്കുന്ന അല്ല. IAS ആയാലും IPS ആയാലും എല്ലാവരും മുഖത്ത് എല്ലാ സകല പേരും കഷ്ടപ്പെടുന്നത് എല്ലാം എന്നരികിൽ വരികയും. എന്നരികിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഞാൻ മാറ്റങ്ങൾ എന്താണ് ഇത് ഇവർ പറഞ്ഞു കൊടുക്കുന്നില്ല. കാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ലോക്ക്ഡൗൺ ആവുകയെല്ലാം ഞാൻ വീണ്ടും ഒരു പാസ്റ്ററിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാസ്റ്റേഴ്സിനില്ല. അങ്ങനെയാണ് തമിഴിലെ പോണ്ടിച്ചേരിയിലെ സാംസൺ പാൽ എന്ന ആ മകനെ ഞാൻ യൂട്യൂബിൽ കാണുകയും ആ മകൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ 2020 മുതൽ ഇതുവരെ ആ മകൻ്റെ വചനം കേൾക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും വചനങ്ങൾ നടന്നു അടിയനെ വലിയ ലെവലിലേക്കും ചെറിയ ലെവലിൽ ബലപ്പെടുത്തുകയും വചനങ്ങൾ അറിയുവാനും തുടങ്ങി. ഇന്നുവരേക്കും ഞാൻ ഒരു ലെവലിൽ ബലപ്പെട്ടുകൊണ്ടിരിക്കാം. ഈ കള്ള പാസ്റ്റർമാർ പല വാഗ്ദാനങ്ങളും നൽകി ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതല്ല. നിങ്ങൾ സഭയിൽ വരുവീൻ, ആടുവീൻ, പാടുവീൻ, കൂത്താടുവീൻ, ഇതെല്ലാം ചെയ്യുന്നതല്ല. അതാണ് യേശു പറഞ്ഞത്. യേശുവിനെ ഒരു മനുഷ്യൻ സ്വീകരിക്കാതെയാണ് സഭയ്ക്കകത്ത് വരുന്നത്. യേശുവിനെ സ്വീകരിച്ചു കൊണ്ടുവേണം സഭയിലൊന്നും ആരാധിക്കുന്നത്. ഇവരത് പറഞ്ഞു കൊടുക്കുന്നില്ല. ചുമ്മാ മാനസാന്തരം ഇല്ലാതെ പോയതാണ് ഞങ്ങൾ വെള്ളത്തിൽ മുക്കിയത്. അതാണ് മാനസാന്തര വചനം പറയുന്നതിൽ അപ്പോസ്തലർ 2:38 നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പരിശുദ്ധാന്തങ്ങൾ ഉള്ളൂ. ഇതൊന്നും ഇവർ പറഞ്ഞു തരുന്നത്. ചുമ്മാ കൊണ്ട് വെള്ളത്തിൽ മുങ്ങി എടുത്തും കൊണ്ട് അവൻ കെമിക്കലാണ്. മാനസാന്തരമില്ലാതെയാണ് ഓരോരുത്തരെയും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാനസാന്തരമില്ല. അവർക്കൊന്നും അറിഞ്ഞുകൂടാ. വചനം ഗ്രഹിക്കാനുള്ള ആത്മാവില്ല. യേശുവിൻ്റെ ആത്മാവില്ലാതെ അവരെന്താണ്? യേശുവിൻ്റെ എന്താണ് വാഗ്ദത്വം? എന്താണ്? അവർ മക്കളാകുന്ന വാഗ്ദത്വമാണ്. പക്ഷെ മക്കളാകാൻ ഇവർ പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവർ കള്ളത്താണ് ഏതെങ്കിലും ഒരു വാക്ക് വചനങ്ങൾ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് ഇവരെ പറഞ്ഞ് അത് പറഞ്ഞ് ഇത് പറഞ്ഞു ഇതാ വരുന്നു, യേശു വരുന്നു, അതാ വരുന്നു, അത്ഭുതങ്ങൾ അതിശയങ്ങൾ തരും. എൻ്റെ യേശുവിനെ കൂടെ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. യേശു തൻ്റെ അത്ഭുതം യേശുവിനെ മാത്രമേ ചെയ്യാൻ കഴിയൂ. തന്നെ അത്ഭുതങ്ങൾ അതിശയത്തിന് വേണ്ടിയാണ് ഇന്ന് ഇവർ കൊണ്ടുവന്നത്. അതിനു വേണ്ടിയാണ് യേശുവിടെ വന്നത്.
യേശു ഇവിടെ എന്തിനാണ് വന്നത്? മനുഷ്യൻ പാപത്തിൽ കിടക്കുകയാണ്. ആ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി യേശു ക്രിസ്തു ഈ ഭൂലോകത്ത് വന്ന് 33 വർഷം മനുഷ്യാവതാരം എടുത്ത് വളർന്ന് മരിച്ച 3-ാം നാൾ ഇരുന്നിട്ട് ആ യേശുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കണം. ആ യേശുവിനെ ഹൃദയത്തിൽ ഹൃദയത്തിനകത്ത് സ്വീകരിക്കാതെ വെറും സഭയ്ക്കകത്ത് പോയാൽ സ്വീകരിക്കണം എന്താണ്? സഭയ്ക്കകത്ത് ഞായറാഴ്ച തോറും പോകുന്നതാണ്, കൈയടിച്ച് പാട്ട് പാടുന്നതാണ്. അതെല്ലാം വേണ്ടത്. അതെല്ലാം രണ്ടാമതാണ്. ആദ്യം വേണ്ട എന്താണ്? യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലൊന്ന് സ്വീകരിക്കുക. അത് എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? യോഹന്നാൻ 1 പറഞ്ഞ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ദൈവമക്കൾ. അപ്പം ദൈവത്തിൻ്റെ വചന ആദ്യം നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കൾ സഭയ്ക്കകത്ത് എത്ര പേരായിട്ടുണ്ട് ദൈവമക്കളായിട്ട്? ഇതൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഒന്നും പറയാൻ എഫേസ്യർ 1:13-14 പറഞ്ഞുകൊണ്ട് സുവിശേഷമായിട്ട് വിശ്വസിക്കും, പരിശുദ്ധാത്മ കുളിക്കും. എത്ര പേർക്ക് പരിശുദ്ധാത്മാവുണ്ട്? ഇല്ല. ഇന്ന് സഭയിൽ വിശ്വാസികൾ വരുന്നു, ചുമ്മാ വരുന്നു, പോകുന്നു, എല്ലാം ചെയ്യുന്നു, ആടുക, പാടുക, കൂത്താടുക, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് 1 മണിക്കൂർ പാസ്റ്റർ അവിടെ എന്ത് പറയുന്നു? ഉറക്കം തൂങ്ങിക്കൊണ്ട് കൊണ്ട് പാസ്റ്റർ എന്ത് അവർക്കൊന്നും ഗ്രഹിക്കാനുള്ളതില്ല. ആടുക, പാടുക, പരിശുദ്ധ പറയുക, അഭിഷേകം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് 2 മണിക്കൂർ അങ്ങനെ ചെലവഴിക്കും. വീണ്ടും എന്താണ് ചെയ്യുന്നത്? വീണ്ടും 1 മണി 1.5 മണി കഴിഞ്ഞ് വീണ്ടും പോവുക, വീണ്ടും പഴയ കുരുവിൽ തന്നെയാണ്. വീണ്ടും ലോകകാലക്കൂടെ ജീവിക്കുക. 6 ദിവസം ആഴ്ചയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് വീണ്ടും 7-ാമത്തെ ദിവസം വീണ്ടും വരിക. വീണ്ടും വന്ന് എന്താണ്? പഴയ പോലെ ആടുക, പാടുക, കൂത്താടുക. ഇതാണ് രീതി. ഇതൊന്നും വേണ്ടെന്നല്ല. ഇതിനു വേണ്ടി ആരാധിക്കാൻ ഇതിനു വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നത്. യേശു ക്രിസ്തു എന്തിനാണ് ഭൂമിയെന്ന്? മനുഷ്യൻ പാപത്തിൽ കിടക്കുകയാണ്. ആദാം ചെയ്യാൻ പാപത്തിനുമ്പോൾ സകലവരും പാപത്തിൻ്റെ ഭൂമി ശപിക്കപ്പെട്ട ഭൂമി. അതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ തേജസ് ആദാമിൽ നഷ്ടപ്പെട്ടു. ആ കാരണം നാം ജനിക്കുന്ന സകല പേരും പാപത്തിൽ അടിമപ്പെട്ട് കിടക്കണം. ആ ബന്ധം പുലർത്താൻ നമുക്ക് തരാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. അതിനെ നാം എങ്ങനെ ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ ഒരിക്കലും പാപം ചെയ്യാൻ കഴിയില്ല. ചുമ്മാ മാത്രം പറഞ്ഞ് വിശ്വാസം. എന്താണ് വിശ്വാസം? യേശു ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ചുകൊണ്ട് ആ വഴി ഒരു ഐക്യബന്ധത്തിൽ വേണം. 1 കൊരിന്ത്യർ 1:9 പറഞ്ഞ യേശു ക്രിസ്തു ഐക്യത്തിലിരിക്കണം. റിലേഷൻഷിപ്പ് ബന്ധം, അപ്പൻ മകൻ്റെ ബന്ധത്തിൽ വേണം. ഒരു ഇരുമ്പും കാന്തും എങ്ങനെ ചെയ്തിരിക്കുമോ അതുപോലത്തെ ബന്ധത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മൾ ബലപ്പെടുന്നത്. റിലേഷൻഷിപ്പ് ബന്ധത്തിൽ വന്ന് നമ്മൾ ഐക്യത്തോട് ഓരോ ദിവസം ദൈവത്തോട് ചെല്ലണം. ഇത് ഈ പാസ്റ്റർമാർക്ക് പറഞ്ഞു കൊടുക്കില്ല. ഇത് പറഞ്ഞു കൊടുത്ത് തന്നെ പാസ്റ്റർമാരുടെ അടുത്ത് പോകില്ല. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരിക. പനി വന്നാൽ എൻ്റെ അടുത്ത് വരിക, തലവേദന വന്നാൽ എൻ്റെ അടുത്ത് വരിക, നിങ്ങൾക്ക് എന്ത് വിഷയം വന്നാൽ എൻ്റെ അടുത്ത് വരും. ഇത് പറഞ്ഞ് കാലം പോരാ. 5 വർഷമായാലും 10 വർഷമായാലും 15 വർഷമായാലും അങ്ങനെ തന്നെ ഇന്ന് നടക്കുന്നത്. ചുമ്മാ വരിക, വേണ്ടുപോ, എവിടെ ചെന്നാൽ പോവാൻ എല്ലാം പല്ലുവനെന്ന്. ഇതാണത്. ആകാശത്തിന് മുകളിൽ മധ്യസ്ഥൻ യേശു ക്രിസ്തു ഒരുത്തേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ, ദൈവം. ഇവരെന്താ പറയുക? നിങ്ങളെല്ലാവരും ഇന്നടിയിൽ വരിക. നിങ്ങളുടെ വിഷയം കേൾക്കണം. എങ്ങനെ വരും? ഈ ദൈവം വചനം പറയുന്നുണ്ടല്ലോ, സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകർന്നുകൊണ്ട് പാസ്റ്ററിൻ്റെ ദേഹത്ത് മാത്രമാണ്. സകല യേശുവിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന സകലയുടെ എൻ്റെ ആത്മാവിനെ പകർന്നു കൊടുത്തിരിക്കുകയാണ്. ഇതൊന്നുമില്ലാതെ സ്വീകരിക്കാൻ അനുവദിക്കാതെ എല്ലാവരും എൻ്റെ അടുത്ത് അതെങ്ങനെ മാറ്റം കിട്ടും? യേശു ഇന്നും അവരുടെ കഷ്ടങ്ങൾ മാറാത്ത കാരണം ഇവർ യേശു സഭയിൽ പോകുന്നല്ലാതെ യേശു ക്രിസ്തുവിന് അടിസ്ഥാനപരമായിട്ട് ബേസ്മെൻറ്റ്, ഒരു വീട്ടിൻ്റെ അടിസ്ഥാനപരമായ ബേസ്മെൻറ്റ്, ഈ ബേസ്മെൻറ്റ് യേശു ക്രിസ്തു ഒരു ഹൃദയത്തിനകത്ത് വരണം. ഇതൊന്നുമില്ലാതെ വന്നുകൊണ്ട് സഭയ്ക്കകത്ത് ആരാധിക്കുമ്പോൾ എന്താണ്? അവരുടെ വിഷയങ്ങൾക്ക് മാറ്റമില്ല. യേശു ക്രിസ്തുവിനോട് വരണം. ദിവസം യേശുക്ക് നമ്മൾ കോവിലായിട്ട് വന്ന് ഇവിടെ വന്ന് ആരാധിക്കണം. വന്നിരുന്ന അതാണ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. എത്ര പേര് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം? ഇല്ല. എൻ്റെ പ്രിയജനമേ, നിങ്ങളെ വഞ്ചിക്കുകയാണ്, നിങ്ങളെ പറ്റിക്കുകയാണ്. സകല 95% പാസ്റ്റേഴ്സുമാരും ജനങ്ങളെ വഞ്ചിക്കുകയാണ്. എൻ്റെ പ്രിയജനമേ, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് മാറും. വെളിച്ചത്തിന് ദൈവം വെളിച്ചമാണ് കർത്താവ്. എൻ്റെ യേശു ക്രിസ്തു വെളിച്ചമാണ്. അപ്പ സത്യം നിങ്ങളറിയും. സകല സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു. യോഹന്നാൻ 8:32 നിങ്ങൾ സകല സത്യം തിരിച്ചറിയും. കർത്താവ് സത്യത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരണം. ആ സത്യത്തിൻ്റെ യോഹന്നാൻ 16:13 പറയുന്ന പോലെ സത്യത്തിൻ്റെ ആത്മാവ് നമ്മൾ വരണം. സകല സത്യം നമ്മൾ തിരിച്ചറിയുന്നതാണ്. ആ സത്യത്തിൻ്റെ ആത്മാവ് വരാതെ ഒരിക്കലൊന്നും ചെയ്യാം. ഈ സത്യത്തിൻ്റെ ആത്മാവ് യേശു തന്നെയാണ് സത്യത്തിൻ്റെ ആത്മാവ്. അതിന് നാം എന്ത് ചെയ്യണം? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവനെ കൈകൊണ്ട് അവൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കണം. ആ നാമത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മക്കളാകുമ്പോൾ മാത്രമേ, മക്കളാകാതെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആദ്യത്തിൻ്റെ ദിവസം മക്കളായിരുന്നുകൊണ്ട്, പ്രിയ മകനായിരുന്നുകൊണ്ട് യേശു ക്രിസ്തുവിലേക്ക് ഒരു മഹാമകൻ അപ്പന്മാർ ബന്ധത്തിരുന്നു കൊണ്ട് നിങ്ങൾ ആരാധിക്കുകയും അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ നിങ്ങൾ എത്ര ആരാധന ചെയ്താലും എല്ലാം വട്ടപൂജ്യം തന്നെയാണ്. അതിന് ഒരു മാർക്കുമില്ല. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ചുകൊണ്ട് മക്കളായതുകൊണ്ട് ആരാധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എല്ലാത്തിനും ഒരു മോചനം കിട്ടുക.
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും നമ്മൾ മാനസാന്തരപ്പെട്ട് വീണ്ടും പാപത്തിൻ്റെ മോചനം കിട്ടി വീണ്ടും ജനിച്ച് വീണ്ടും സ്വർഗീയ പിതാവിൻ്റെ മകനാക്കി പരിശുദ്ധാത്മ ലഭിച്ച് വീണ്ടും നമ്മൾ നിത്യജീവൻ കട്ടി ഒരുത്തൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി. നമ്മൾ പുതിയ സൃഷ്ടി ആയിട്ടുണ്ടോ? 1-2-5 പറഞ്ഞതല്ല, അത് നമ്മൾ സൃഷ്ടി ആയിട്ടുണ്ട്. ആ സൃഷ്ടി ആകുമ്പോൾ മാത്രമാണ് പഴയതെല്ലാം കഴിഞ്ഞു പോയി. ആ സൃഷ്ടി ആകുമ്പോൾ മാത്രമാണ് നമ്മൾ യേശുവിൻ്റെ മക്കളാവുന്നത്. ഇന്ന് നമ്മൾ സൃഷ്ടി ആയിട്ടുണ്ടോ? ഇല്ല, ആവില്ല. മുഖ്യ ജനങ്ങൾ സഭയ്ക്കകത്ത് എന്താണ് സൃഷ്ടി ആവാതെ ഒന്ന് ആരാധിക്കുന്നു. അവർക്കൊന്നും അറിഞ്ഞുകൂടാ. ഈ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ജനമേ, നിങ്ങൾ കൈവിട്ടു പോകരുത്. നിങ്ങൾ പാസ്റ്റർമാരോട് നിങ്ങളെ പറ്റിക്കുക. നിങ്ങൾ വെളിപ്പാടുകളെ ഇരിക്കും. നിങ്ങൾ സത്യത്തിൻ്റെ ആത്മസത്യങ്ങൾ തിരിച്ചറിയുകയും. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ വാക്കുകൾ ചുരുക്കും.